പറഞ്ഞു വാലന്റൈൻസ് എന്താണ് മണിന്റെ വാലന്റൈൻസ് ഡേ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കണ പോലുള്ള കാര്യങ്ങളൊന്നും അല്ല അത്. പെണ്ണുങ്ങളുള്ള ആൾക്ക് എന്ത് വാലന്റൈൻസ് ഡേ? 2 അല്ലടാ 10 ഉണ്ട്. എനിക്കും അവനുമാണ് സങ്കടം. ഫെബ്രുവരി 14 ആയിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നോണ്ടിരിക്കുന്നത്. അവിടെ പറയാൻ പറ്റില്ല, കട്ട് ചെയ്യണം. അപ്പൊ എന്റെ എന്താ കട്ട് ചെയ്യണ്ട്? ഓൾറെഡി 2 പേരുണ്ടല്ലോ. നിന്റെ അങ്ങനെ നല്ല പെണ്ണാണെങ്കിൽ നിനക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെയല്ലടാ, ഇവര് വിചാരിക്കണ പോലുള്ള ബന്ധമല്ല. അല്ല അവനല്ലേ അന്നെനിക്ക് പറഞ്ഞേ മണി സെറ്റ് ആക്കുന്ന മുമ്പ് എനിക്ക് അതെന്താ എന്നെ എങ്ങനെ പറയും നിങ്ങള്? മണി റെഡിയാക്കുന്നുള്ളത് നമ്മൾ റെഡിയാക്കണം. ഇല്ല വെച്ചാ എങ്ങടാ പിന്നെ അവനോ കമ്പനി ആക്കാൻ ഞാൻ എങ്ങടാ സിംഗിൾ പറഞ്ഞിട്ടില്ല. അത് അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് തമാശക്ക്, അതായത് അങ്ങനെ പറഞ്ഞത് ഞാൻ ഉള്ളുണ്ടെങ്കിലേ ഞാൻ എന്നെ എപ്പോ സിംഗിൾ ആണ്. പിന്നെ ഈ ചോപ്പ് നിങ്ങൾ ഒന്ന് തെറ്റിയിരിക്കണ്ട, ഇത് കടിച്ചുള്ള ചോപ്പാണ്. മനസ്സിലായില്ലേ? ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ എന്ത് ഡേ ആയിരുന്നു? ഫെബ്രുവരി 14 മറ്റേ പരിപാടിയാണ് വേണ്ടി വിചാരിക്കണ്ട. ഇന്നലെ എന്ത് ഡേ ആയിരുന്നു? അതിന്റെയാണ് ചോപ്പല്ലേ അത്. അവ എടുത്ത് പറഞ്ഞു കാണിച്ചിട്ടുണ്ട നമ്മളെ വരുമ്പോ കാറ്റത്ത് തട്ടിയതാണ്. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവം കൂടി ഐറ്റം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ഫെബ്രുവരി സിംഗിൾ ആണ്. ആ കഴുത്തത്തെ കണ്ടിട്ടാണ് നിങ്ങൾ പറയണ സിംഗിൾ ആണല്ലോ. കഴുത്തില് ഈ സാധനം പറഞ്ഞു കൊടുക്കണം അക്ഷയ്. ഇവര് പണ്ട് 2 ടൈപ്പാണ്. കാറ്റിൽ അലർജി കണ്ടുപിടിക്കണം. വൈറ്റ് മാർക്ക് കണ്ടാ അറിയാതെ ആൾക്കാരെ വിളിക്കാല്ലേ. റെഡ് ഇത് നോക്ക്, ഇത് കണ്ടിട്ട് അതൊന്നും അല്ല. ഇന്നലെ ഒരു പൊടി തട്ടിയതാണ്. വലിയൊരു പൊടി ഇന്നലെ വരാൻ ലേറ്റ് ആയപ്പോ വിചാരിക്കണമായിരുന്നു. 12 മണിയായിരുന്നു ഇവിടെ എടുത്തുമ്പോ. 8 മണി ഇവിടെ 10 മണി ഇവിടെ എത്തിയത്. ഞാൻ അവിടെ പോകാനാടാ 10 മണിക്ക് കേറി പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നേരത്തെ എത്തിണ്ടാവും, നീ പോയിട്ടുണ്ടാവും, നമുക്കൊന്നും അറിയില്ല. എന്നാലും ചുണ്ടലുള്ളതാവേണ്ടത്, കഴുത്തങ്ങടാവോ? അറിയില്ല. കഴുത്തിന്റെ മറ്റേ റീല് കണ്ടിട്ടില്ല? ഈ കഴുത്തിന്റെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ സിംഗിൾ അല്ല. അങ്ങനെ ഞാൻ ആ റീൽ വേണമെങ്കിൽ എനിക്ക് അയച്ചത്. എനിക്ക് അറിയില്ല വേണ്ട. നിങ്ങൾ 2 ചെറിയ കുട്ടികളാണ്, അറിയാം. നിങ്ങക്ക് 2 ആൾക്കാരെ പൊടി തട്ടാ അറിയുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങക്ക് അറിയുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ കാറ്റത്ത് വന്ന പൊടിയാണെന്ന്? കാറ്റിൽ അക്ഷയ് പറയാൻ കാരണം അക്ഷയ് വീട്ടിൽ അമ്മ ഇടയ്ക്കിടെ ചോദിക്കും. അപ്പൊ അക്ഷയ് അപ്പൊ ഡയലോഗ് കാറ്റാണെന്ന് പറയുന്നത്. വീട്ടിൽ അമ്മ പാവ കൊണ്ട് വിശ്വസിച്ചു. അതും കട്ട്. ഇത് സത്യം പറഞ്ഞല്ലേ വെറുതെ വീഡിയോ ഒക്കെ എടുക്കണേ. ഇപ്പൊ ഫുള്ള് കട്ട് ചെയ്ത് വിടും. എനിക്ക് വിശ്വസിക്കും. കാരണം നോക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് പൊടി തട്ടിയതാണോ ആടാ ഇത് മറ്റേതുപോലെ തന്നെ. പറയും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി അല്ലേ? ഇനിയിപ്പോ മെസ്സേജ് അയച്ചാൽ തുടങ്ങിയ ചെറുതെ എന്നെ പിടിച്ചിട്ടില്ല. പിന്നെ എവിടെ ഞാൻ ഉണ്ടാവില്ല. എന്നെ മറ്റേത് എന്നെ വരണം, സ്റ്റാറ്റസ് സ്റ്റോറി കാണും, മറ്റേതുപോലെ സ്റ്റോറി ഒക്കെ ഇടണം. മുതൽ നാളെ ചെറുതാലേക്കൂ എനിക്ക് വയ്യറായി. എനിക്ക് ഫെബ്രുവരി 14 നിങ്ങൾ വിളിച്ചു കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. അതിനിടയിൽ നിന്റെ ഇത് വേറെ ഒന്നും കേൾക്കാൻ വയ്യ എനിക്ക്. ചെറുത് റിലേഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതെ എപ്പൊ ചോദിച്ചാലും വർക്ക് ചെയ്യണം പറയണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, കാരണം ഫ്രണ്ടായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും വെക്കാനും പറ്റില്ല. കിട്ടിയതാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റങ്ങളും. ഞങ്ങള് അടുത്തൊരു സ്റ്റോപ്പിൽ എത്തിയിട്ട് മറ്റേതായിട്ടിരിക്കണം. പിന്നെ സ്റ്റോപ്പൊന്നും അറിയില്ല. പിന്നെ കണ്ണാ നീ തൂങ്ങടാ തന്നെയാണ്. അവനെ തിരുവനന്തപുരത്തിട്ട് വിളിച്ചു പ്രത്യേകിച്ച് പറഞ്ഞു വിശക്കാൻ തുടങ്ങി. വിശന്ന് പ്രാന്താൻ തുടങ്ങിയിട്ട് എടുത്താണ്. ഒന്ന് സന്തോഷം കൊണ്ട്, പിന്നെ ഇത് കൊണ്ട്, പിന്നെ മണിയേ ഫോൺ എടുത്ത് തുടച്ചു പോയി. ഇത്ര യാത്ര ഇരുന്നായിരുന്നു. മണി എല്ലാം ബാക്കിൽ പോയിട്ട് എന്റെ എങ്ങനെ നോക്കണോ എന്നെ. ഇത് വേറെ ഓണായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ അറിയുമല്ലോ. എന്ത് ചെയ്യും? ഇതാണ് ഞങ്ങളുടെ ഷൂട്ടിന്റെ ആൾക്കാര്. മസാല ദോശയോ എന്താണ്? മസാല ദോശ കഴിക്കാം. മസാല ദോശയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം കഴിക്കാം. ബിരിയാണി ഒന്നും വേണ്ടോ? ഈ ബിരിയാണി ഒന്നും വേണ്ടോ? നിഖില് പോയത് ബിരിയാണി എന്ന് പറയും. അപ്പൊ അവനെ പിടിച്ചതായിട്ട് നല്ല ഒന്ന് ചോറ് കഴിക്കുക, അല്ലെങ്കിൽ ദോശ കഴിക്കുക.
കിട്ടുന്ന സാധനം വിചാരി ഞങ്ങളങ്ങനെ തിരുനെൽവേലി ജംഗ്ഷൻ എത്തിയിരിക്കണം ഗൈസ്. ഇതാണ് തിരുനെൽവേലി ജംഗ്ഷൻ. ആദ്യമായിട്ട് തിരുനെൽവേലി ജംഗ്ഷനിൽ കാലുവെത്താൻ പോകുന്നു. ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. സമയം വന്നിട്ട് 1:30 തിരുനെൽവേലിയിൽ നിന്ന് ഞങ്ങളല്ല ട്രെയിൻ എടുത്തു അല്ലേ, തിരുനെൽവേലി ട്രെയിൻ എടുത്തു. ഇനി 1.5 മണിക്കൂർ കൊണ്ട് തിരുച്ചെന്തൂർ ജംഗ്ഷൻ എത്തും. തിരുനെൽവേലി അൽവ മേടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. കഴിച്ചിട്ടില്ലേ തിരുനെൽവേലി അൽവ? കഴിച്ചിട്ടില്ലവര്. നിങ്ങൾ തിരുനെൽവേലി എത്തിയത് ഒരു അൽവ മേടിച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് മറ്റേത് ഞാൻ കഴിച്ചിട്ടുണ്ടോ? പിന്നെ നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആണ്. ആറിക്കഴിഞ്ഞല്ലേ ഒരു ടേസ്റ്റ് വരും. ജാമ്മാരി അല്ലല്ല, ചൂടോടെ കഴിക്കാം. തിരുനെൽവേലി അൽവ മെല്ലെ വയ്ക്കട്ടാ, ചൂടുണ്ടാവും, കുറച്ച് മതി. ഇതാണ് തിരുനെൽവേലി. ഇതാണ് തിരുനെൽവേലി അൽവ. നന്നായിട്ടുണ്ടല്ലേ? ശരി, കുഴപ്പമില്ല. പ്രസാദം പോലെ ഇവിടെ പുഴ കാണിച്ചു തരാം. നന്നായി പ്രതീക്ഷയില്ല. നെയ്യിന്റെ ടേസ്റ്റ് നെയ്യല്ല എന്താ അറിയില്ല, അതല്ലേ ആ ടേസ്റ്റ് നല്ല അറിയില്ല. നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു കട്ടി കട്ടിയൊക്കെയല്ലേ, അത് ഒരേപോലെ ഉണ്ടാവും എല്ലാവിടെയും. അവിടെ കട്ടയും കട്ടിയും അതൊക്കെ ആയിട്ട് നമ്മുടെ അവിടെ മറ്റേ ആ സാധനം വരെ ഒരു സ്മൂത്ത് അല്ല, കറക്റ്റ് എല്ലാവരും ഒരേപോലെ പാകം വരുന്നുണ്ടാവില്ലേ. അങ്ങനെ സക്സസ്ഫുൾ ആയി ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് തൊളിച്ചു അല്ലേ. ഒരു ഇതില് മാഗ്നറ്റ് ഉണ്ടാവും സാധനത്തിന്റെ ബാക്കിൽ. ഇതാണ് മാഗ്നറ്റ്. അത് പോയി, അത് എവിടെ പോയെന്ന് അറിയില്ല. ബാഗ് ചെക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമായി അല്ലേ, ഇല്ലെങ്കിൽ അത് പോയിട്ടുണ്ടാവും. കാര്യമില്ല കാശ്, കൺദൃഷ്ടി പോലെ അത് അങ്ങനെ തന്നെ ആയിപ്പോയി. പോട്ടത് മൈക്കേ പോകേണ്ടതാണ് രാവിലെ. ജസ്റ്റ് മിസ്സിനെ അല്ലേ, അല്ല രാവിലെ മൈക്ക് പോവാൻ നിന്നാണ്. മാഗ്നറ്റോടെ പോയില്ലേ? മൈക്ക് ഇത് പോയത് ഒന്ന് പോയതാണെങ്കിൽ ആലോചിച്ച് നോക്ക് നീ, ഇത് ട്രിപ്പേ പോയി അല്ലേ, മാറിണ്ടാവും. ഒരു മാഗ്നറ്റ് പോയതിന്റെ വയറൊക്കെ എത്തുന്നു. തിരുച്ചെന്തൂറാണ് ഞങ്ങളങ്ങനെ തിരുച്ചെന്തൂർ എത്താറായി. ഫുള്ള് വാഴത്തോപ്പുകൾ ഇടയിൽ കൂടി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വാഴത്തോപ്പ് പറഞ്ഞാൽ ഫുള്ള് വാഴത്തോപ്പ് അല്ലേ. ഇനിയിപ്പോ ആര് വരാണെന്നുള്ളത് ഞങ്ങളെ എന്താണ് എവിടെ എത്തിയെന്നറിയില്ല. എവിടെ എത്തിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വെയില് ഉള്ളില്. ബാക്കിൽ ഞങ്ങൾ കാണിച്ചുതരാം സ്ഥലങ്ങള്. തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബാക്ക്. ഇത് ട്രെയിൻ ഇവിടെ നിർത്തി വിട്ടിരിക്കുന്നത്. സ്റ്റേഷൻ അപ്പുറത്താന്ന് തോന്നുന്നു. ഈ സൈഡ് സ്റ്റേഷൻ തോന്നുന്നു അല്ലേ. ഈ സൈഡ് സ്റ്റേഷൻ. ഇവിടെ നല്ല കാറ്റുണ്ട് ഇല്ല, ഏറില്ല വീഡിയോ എടുത്തു. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നല്ല ചൂടാണ് നമ്മുടെ അവിടെ പോലെ തന്നെ. നല്ല ചൂട്, പക്ഷെ കുറച്ചും കൂടെ അടുത്ത് പോയി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. കടലിനടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കാറ്റായിരിക്കും. ട്രെയിനിനുള്ളിൽ മാത്രം ഞങ്ങൾ അത്ര വീഡിയോ എടുത്ത് തള്ളിയിട്ടുണ്ട്. കാരണം പുതിയ മൈക്ക് മറ്റേ സംഭവം കണ്ടിട്ടുന്ന പോലെ ഞങ്ങൾക്ക് എന്തായാലും പോകും. മൈക്ക് പോകണ വരെ ഒരു മാഗ്നറ്റ് പോയി 2 ബൈക്ക് ഉണ്ടാവും. ഈ വീഡിയോയുടെ ഞങ്ങളുടെ മൈക്ക് പോകും വിചാരിക്കണം മിക്കവാറും. അതേ നടക്കുള്ളൂ തോന്നുന്നു, അറിയില്ല. പോവാണ്ടിരുന്നാ മതി ബാഗിയും കൊണ്ട്. എന്തായാലും നമ്മൾ നോക്കി നടക്കുള്ളൂ. താഴെ വീണാൽ ഞങ്ങൾ എടുക്കാൻ നോക്കും എന്തായാലും. ഇനിയിപ്പോ ഇന്നലെ പോയി എന്താ പറക്കും. ഇതൊക്കെ എന്താ പഠിച്ച് ഞങ്ങൾ 1 മിനിറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു വയ്ക്കലോ. ഉളുപ്പുണ്ടാ ഒറ്റയ്ക്ക് തിന്നടിക്കണേ. അങ്ങനെ കറ്റി കഴിക്കണല്ലോ. ചെറുതിനോ? ചെറുത് നമ്മൾ 2 പാതി കഴിക്കാം. നീക്ക് വേണ്ട പണി അങ്ങനെ കഴിക്കാനല്ലേ. പഴം മേടിച്ചു തന്നിരിക്കണം ഞങ്ങക്ക്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ലേ, ഫസ്റ്റ് മറ്റേതായതല്ലേ. ആ ചേച്ചി അവിടുന്ന് ഒരേ ചിരിയാണ്. ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളെ കാണിച്ചു തരുന്നില്ല. ഇത് എടുക്കടാ, പഴം കഴിക്കട്ടെ.
എങ്ങനെയുണ്ട് തമിഴ്നാട് 121 ദിവസം വെച്ച് കഴിക്കണം പഴം? അതെ നന്നായിട്ട് പഴം പറ. നല്ല മിടുമിട അടിക്കുന്നു. വാഴപ്പഴം പറയും. ഞാനിപ്പോ ആ പിന്നെ ഒന്നും അറിയില്ല ചേച്ചി. അങ്ങനെ അറിയോ പറഞ്ഞത് കർപ്പൂര വലിയ പറയടാ എന്താ ചാരം അപ്പൊ ചാരപ്പവും പറയും. ഞങ്ങളെ പൂമ്പഴം പറയല്ല ഇവനക്ക് ഒരു പഴം തന്നെ അത് പൂമ്പഴം. എല്ലാ പഴത്തുക്കും ഒരേ പഴം പേര് சொல்லுவோம். ஆமா ഇവനങ്ങനെ അറിഞ്ഞ പോലെ കഴിച്ചോ കൂട്ടം കൊണ്ടവിടെ കമന്റ് ഇടാൻ പറ. അത് ഇതൊക്കെ കട്ട് ചെയ്യാൻ കമന്റ് ഇടാൻ പറ. ചാരപ്പൂവനോ ഇത് നാരപ്പൂവനോ പഴം തന്നെയല്ലേ ഇത്? ഇങ്ങനെ പേരെന്നാ ഞാൻ അണ്ണാക്കിൽ ഇറങ്ങുള്ളൂ. പേര് പറഞ്ഞാൽ അണ്ണാക്കിൽ ഇറങ്ങുള്ളൂ. ഇതിന്റെ അത് അപ്പൊ അത് വേറെ പോയി പറഞ്ഞ പോലെ. ഇത് പഴം ഇത് നന്നായിട്ടില്ലേ? കഴിച്ചില്ലേ? കഴിച്ച് തിന്നില്ലേ? ഇതിന്റെ പേര് പറഞ്ഞാലും തിന്നുള്ളൂ നീ? അല്ല ചോദിക്ക ഇല്ലല്ലോ. അത് വേറെടാ. ശരി 120 ദിവസം അത് 100 ദിവസം അരിയോ 80 ദിവസം ഇതോ? പഴം തന്നെയല്ലേ? അപ്പൊ അരിയല്ലേ? പഴം കോവിഡ് പഠിക്കില്ലേ? ഓൺലൈൻ ക്ലാസ് പഠിച്ച അവസ്ഥയാ. യൂട്യൂബിൽ കണ്ടറിയാം. അറിയില്ല. അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. പഴം പഴം നന്നായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് അങ്ങനെ ഇതില് ശരി ഈ തൊലി കാണിക്കും. ഇതിന്റെ പേര് നിങ്ങൾ പറയാ. ഈ കരിഞ്ഞ പഴം നിങ്ങളുടെ പേരിൽ എന്താ പേര് നിങ്ങൾ പറയാ. നിഖിലിനെ ടാഗ് ചെയ്യാ ഈ ഇതിന്റെ പേരിൽ കേട്ടാ. അത്ര തന്നെ ഒരു മിനിറ്റ്. നീക്കറിയാളോ ഈ പഴത്തിന്റെ പേര്? ഞാനൊന്നും പഴത്തിന്റെ പേരെ കേട്ടിട്ടുണ്ടാവളാ. ചാരപ്പൂനുണ്ട്, ഞാലിപ്പൂനുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? ഇതിന്റെ ഞാനിപ്പൂന്നല്ലേ പറഞ്ഞത്? പൂമ്പഴം എന്നാ പറഞ്ഞത്. ശരി പൂമ്പഴമോ ഞാനിപ്പൂനോ എന്താ അത്? ശരി പൂമ്പഴം. എന്താ പഴം എന്നല്ലടാ. എന്താ അത് ഡോറ് എന്തോ ക്യാമറ എടുക്കണേ. എന്തോ ഇതില് പഴത്തിന്റെ പേര് കിട്ടി. അവിടെ നിന്ന് പറഞ്ഞ കേട്ടോ തോന്നുന്നു. ചാറ്റ് ജിപിടി എടുത്ത് ഫോട്ടോ എടുത്ത് നോക്കിണ്ടാവും വേറെ പഴം അതില് പറഞ്ഞതുണ്ട്. അത്ര തന്നെ. ഇതല്ലാണ്ട് ഇവരൊന്നും അറിയാൻ ചാൻസേ ഇല്ല. അത്ര തന്നെ. വേറെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ പഴത്തിന്റെ പേര്. ഏത് കണ്ടോ? കേക്കില്ല പറയ്. അല്ലല്ല നീ കഥ പറഞ്ഞില്ല. എന്താ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു അഗ്രികൾച്ചറിൽ മലത്തും ഒലത്തും പഴത്തിന്റെ പേര് പോലും അറിയില്ല. ഇത് പഴം കഴിച്ചു മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേറെണ്ടാവും ഇത്ര സംസാരിച്ചിട്ട് ആരാ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങൾ അതിനെ ടാഗ് ചെയ്യാം. നമ്മൾക്ക് അങ്ങനെ ഇങ്ങോട്ട് വേണ്ട. ഇത് കട്ട് ചെയ്ത് പോലെ എവിടെ കട്ട് ചെയ്ത് പോലെ അങ്ങനെയല്ല. നിങ്ങളെ കമന്റ് ചെയ്യാ ഇതിൽ ആരാ ഇത് എന്നുള്ളത്. അത്ര തന്നെ ഇതുള്ളൂ. വേറെ ഒന്നും കൂട്ടൂല. എന്താണ് അത്ര തന്നെ സംഭവം. ശരി ഓക്കെ. ഇതിന്റെ പേര് ചാരപ്പൂവൻ. അത്ര തന്നെ. നമുക്ക് ഇതൊക്കെ അറിയേണ്ട ആവശ്യം. പഴം നന്നു കഴിച്ചു. നെല്ലിന്റെ കാര്യം അറിയണം. അല്ലടാ ഇവന്റെ വീട്ടില് കൃഷിയുണ്ട്. എന്റെ വീട്ടില് വാഴ കൃഷി ഇല്ലല്ലോ. എന്താണ് വേണം. പിന്നെ മഞ്ഞ വെറുതാകുവോ? പക്ഷെ എന്നാ നീ പറഞ്ഞ കേക്കില്ലല്ലോ നീലേ. അതാണ് ഹൈലൈറ്റ്. ശരി എന്തായാലും പോയില്ലേ? ഇത് പിടിക്ക്. ഇത് പിടിക്ക്. തിരിച്ചു വന്നാ ഫൈനലി ഞങ്ങൾ അങ്ങനെ തിരിച്ചു റീച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? എന്താ അതെ. പിന്നെ ആര് നിന്റെ ബാക്കില് പഴം നിന്ന് ക്ഷീണത്തിന് നിൽക്കണ ചെക്കെ. ഇതൊക്കെ ഉപ്പുവെള്ളമാണോ? വേലിയേറ്റ സമയത്ത് ഉള്ളതാണോ? നന്ദകുളം ഡ്രെയിനേജാ അങ്ങനെ എന്താ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒമ്പത് മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു.
ഇതേതോ ലോക്കം നിൽക്കണ്ടേ, ലോക്കന്റെ പേര് നമുക്കറിയില്ല. ഇത് പോകാനുള്ള ലോക്കമാണെന്ന് തോന്നുന്നു. റിട്ടേൺ ഗൈസ്, ഞങ്ങള് മറ്റേ മാഗ്നറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നോക്കുകയാണ്, ഇവിടെ സെർച്ചിങ് ആണ്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ആദ്യത്തെ എന്നാ മൈക്ക് ഓൺ ചെയ്യുള്ളൂ, സാധനം പോവുകയും ചെയ്തു. ചെരുപ്പിനും കൂടെ പോയിട്ടുണ്ടാവും എന്തോ അല്ലേ? ചെരുപ്പ് കൂടെ അല്ല, അത് പോയില്ല. എനിക്കോട് ബാഗിൽ തന്നെ ഉണ്ടാവും. അടിയിലും കാണില്ല. അത് ബാഗിൽ തന്നെ ആയിക്കോട്ടെ മിക്കവാറും. പോയത് തന്നെ അത്. ഏത് പോയത്? അത് പോയടാ, ഇനി കിട്ടില്ല. അത് പോയത് തന്നെ. അത് എനിക്ക് നീ റെഡി ചെയ്യാം. നമുക്ക് നീ ആദ്യം ഇറങ്ങിയിട്ട് വെളി നിൽക്കുക, ഞങ്ങള് വരും. അപ്പൊ ഞാൻ ആദ്യം ഇറങ്ങാം. ഞാൻ ആദ്യം നിന്നെ ഫോൺ വാങ്ങാം, നീ ഇതിൽ കൂടെ പോയി ബാക്കി വിടാം.